ഹലോ നമസ്കാരം. IPL ഈ ഒരു സീസണിൽ രാജസ്ഥാൻ റോയൽസിന് പ്ലേ ഓഫ് ഉറപ്പിക്കാനുള്ളൊരു മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും CSKക്കെതിരെ പ്ലേ ഓഫ് ഉറപ്പിക്കാനുള്ള മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന് ആകെ നേടാൻ സാധിച്ചത് 141 എന്നുള്ളൊരു ടോട്ടൽ മാത്രമാണ്. അതെ, അവരെ വളരെ ചെറിയൊരു സ്കോറിൽ ഒതുക്കിയിരിക്കുന്നു CSK. പക്ഷെ നമ്മളിവിടെ ഓർക്കേണ്ടത് ബാറ്റിംഗ് പിച്ച് വളരെ സ്ലോ ആയിരുന്നു. അത്രയധികം റൺസ് കണ്ടെത്താൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന RRന്റെ ബാറ്റ്സ്മാൻമാരെയാണ് നമ്മൾ കണ്ടത്. അക്ഷരാർത്ഥത്തിൽ ചെന്നൈയിലെ ഒരു കൊടും ചൂടിൽ യശസ്വി ജയ്സ്വാളിനെയും ജോസ് ബട്ട്ലറിനെയും ക്യാപ്റ്റൻ സഞ്ജു സാംസണെയും ഒക്കെ CSKയുടെ ബൗളർമാര് പിടിച്ചു കെട്ടുന്ന വരിഞ്ഞു കെട്ടുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത്. ഇവർക്കാർക്കും തന്നെ മികവ് കാട്ടാൻ സാധിക്കാതെ പോയപ്പോൾ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 141 റൺസ് എടുക്കാൻ മാത്രമേ RRന് കഴിഞ്ഞുള്ളൂ. പക്ഷെ ഇതൊരു വളരെ കുറഞ്ഞ സ്കോറാണെന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, കാരണം പിച്ച് അത്രയും സ്ലോ ആണ്. പക്ഷെ എന്റെ സംശയം അതൊന്നുമല്ല, എന്തിനായിരിക്കും ടോസ് ലഭിച്ചിട്ടും സഞ്ജു ബാറ്റിംഗ് തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്? എന്തായാലും അതിനുള്ളൊരു ഉത്തരം ഇതുവരെ എനിക്ക് പിടികിട്ടിട്ടില്ല. എന്തായാലും കുറച്ചുകൂടി നല്ലത് ബൗളിംഗ് തിരഞ്ഞെടുക്കലായിരുന്നു എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ഏതായാലും CSKയുടെ ബാറ്റിംഗ് കൂടി കണ്ടിട്ട് ബാക്കി നമുക്ക് പറയാം. സ്കോർ കാർഡിലേക്ക് വരികയാണെങ്കിൽ യശസ്വി ജയ്സ്വാളും ജോസ് ബട്ട്ലറും കൂടി പവർ പ്ലേയിൽ 42 റൺസാണ് ചേർക്കുന്നത്. 21 പന്തിൽ 24 റൺസ് എടുത്ത ജയ്സ്വാളിനെയും അതുപോലെ തന്നെ 25 പന്തിൽ 21 റൺസ് എടുത്ത ജോസ് ബട്ട്ലറെയും മടക്കുന്നത് പേസർ സിമർജീത് സിംഗ് ആണ്. അദ്ദേഹം രാജസ്ഥാൻ റോയൽസിന് ഇരട്ട പ്രഹരം നൽകുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കണ്ടത്. ഈ രണ്ട് ഓപ്പണർമാർ മടങ്ങുമ്പോൾ 8.1 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 49 നിലയിലായിരുന്നു രാജസ്ഥാൻ റോയൽസ്. 3-ാം വിക്കറ്റിൽ റിയാൻ പരാഗിനോടൊപ്പം ടീമിന് 100 കടത്ത് മുമ്പേ തന്നെ ക്യാപ്റ്റൻ സഞ്ജു സാംസണും മടങ്ങുന്നു. പന്തിലേക്ക് ബാറ്റ് കണക്ട് ചെയ്യാനൊക്കെ ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു സഞ്ജുവിനെയാണ് ഈ ഒരു ഇന്നിംഗ്സിലുടനീളം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതും. 19 പന്തുകൾ നേരിട്ടുകൊണ്ട് 15 റൺസുമായാണ് സഞ്ജു സാംസൺ മടങ്ങിയത്. അദ്ദേഹത്തിന്റെ വിക്കറ്റും എടുത്തുകൊണ്ട് സിമർജീത് സിംഗ് തന്റെ ഹാട്രിക് വിക്കറ്റുകൾ പൂർത്തിയാക്കുന്ന ഒരു മനോഹര കാഴ്ചയും നമ്മൾ കണ്ടു. ഏതായാലും ഇതിനെല്ലാം ഒടുവിൽ റിയാൻ പരാഗും ധ്രുവ് ജുറേലും ചേർന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിൽ കൂടി തുഷാർ ദേശ്പാണ്ഡെയുടെ അവസാന ഓവറിൽ ആദ്യ ബോളിൽ ജുറേൽ 18 പന്തുകളിൽ 28 റൺസ് എടുത്തുകൊണ്ട് മടങ്ങുന്നു. തൊട്ടടുത്ത ബോളിൽ തന്നെ ശുഭൻ ദുബെ ഗോൾഡൻ ഡക്കായിട്ടാണ് മടങ്ങിയത്. ശിവൻ ദുബെയായിരുന്നു അദ്ദേഹത്തിന്റെ ക്യാച്ച് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും 20 ഓവറുകളും പൂർത്തിയാകുമ്പോൾ റിയാൻ പരാഗ് 35 പന്തുകളിൽ 47 റൺസ് എടുത്ത് ഒരു നിർണായക സംഭാവന തന്നെ RRന് നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അശ്വിനുമായിരുന്നു ക്രീസിൽ ഉണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു സ്ലോ പിച്ചിൽ RRന്റെ ബൗളർമാർക്കെതിരെ CSKക്ക് എന്ത് തരത്തിലുള്ള മറുപടി നൽകാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അപ്പൊ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാനുള്ള പ്രതീക്ഷയോടുകൂടി ഗുഡ് ബൈ.